സാർ നമസ്കാരം. നമസ്കാരം. വിദ്യാലയങ്ങളെ കേന്ദ്രീകരിച്ച് നടക്കുന്ന മയക്കുമരുന്ന് കച്ചവടക്കാരെയും അടിച്ചൊതുക്കുന്നതിന് വേണ്ടി, ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല അധികാരമേറ്റപ്പോൾ കൊണ്ടുവന്ന ഒരു പുതിയ പരിപാടിയാണ് പോലീസിൻ്റെ ഓപ്പറേഷൻ തൂഫാൻ. കലാലയങ്ങളും അതുപോലെ തന്നെ വിദ്യാലയങ്ങളുടെ പരിസരത്ത് പോലും ഇത്തരം കാര്യങ്ങൾ ആരെങ്കിലും അനധികൃതമായി നടത്തുന്നുണ്ടെങ്കിൽ അതെല്ലാം കൃത്യമായി തന്നെ കണ്ടെത്തുകയും നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ലഹരി വിരുദ്ധ വേട്ടയാണ് ഓപ്പറേഷൻ തൂഫാൻ. ആ പരിപാടി തുടങ്ങിയതിന് ശേഷം അനവധി വിദ്യാലയങ്ങളുടെ പരിസരത്ത് നിന്ന് കിലോ കണക്കിന് കഞ്ചാവുകളടക്കം, പെട്ടിക്കടകളടക്കം പല മയക്കുമരുന്ന് കേന്ദ്രങ്ങളും കണ്ടെത്തുകയും അതെല്ലാം പോലീസ് പൊളിച്ചെടുക്കുകയും ചെയ്യുന്ന കാഴ്ച നാം കണ്ടു. അത്രയും ആശ്വാസകരമായ കാര്യം തന്നെയാണ്. കുഞ്ഞു കുട്ടികളെ പോലും ലഹരി മിഠായികൾ കൊടുത്ത് അവരെ അതിന് അഡിക്റ്റാക്കി ഒരു തലമുറയെ തന്നെ നശിപ്പിക്കുന്ന, കോടികളുടെ കച്ചവടം ലക്ഷ്യമാക്കി നടത്തുന്ന ഈ നോർക്കോട്ടിക് ബിസിനസ് തകർക്കുക എന്നുള്ള രമേശ് ചെന്നിത്തലയുടെ ആ ഒരു തീരുമാനത്തിന് വലിയൊരു സല്യൂട്ട് നമ്മൾ നൽകുന്നു. ഇവിടെ മറ്റൊരു കാര്യം കൂടി ഇന്ന് രമേശ് ചെന്നിത്തല എടുത്തു പറഞ്ഞിരിക്കുന്നു. ആ റിപ്പോർട്ട് കൂടി മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നു. അതായത് ഈ ലഹരിക്കെതിരെ സമൂഹത്തിലെമ്പാടും ബോധവൽക്കരണം നടത്തി പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ഓപ്പറേഷൻ തൂഫാൻ നടത്തുമ്പോൾ നേരത്തെ പലവിധ കൊടും കുറ്റവാളികളെ പല കേസുകളിലായി അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിരിക്കുന്ന ആളുകൾ, അതായത് വലിയ വലിയ കൊടും കൊലപാതകങ്ങൾ, വലിയ വലിയ സാമ്പത്തിക ക്രമക്കേടുകൾ, പെൺവാണിഭം, അതുപോലെ ബലാത്സംഗം, ഇതുപോലുള്ള സാമൂഹ്യ വിരുദ്ധമായ കുറ്റകൃത്യങ്ങൾ നടത്തി ജയിലിൽ അടയ്ക്കപ്പെട്ട കൊടും കുറ്റവാളികൾക്ക് ജയിൽ സൂപ്രണ്ടിൻ്റെയും അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരൻ്റെയും എല്ലാം ഇടപെടലുകൾ കൊണ്ട് പരോൾ കൊടുക്കുന്ന ഒരു രീതി കേരളത്തിൽ വലിയ പ്രചാരം നേടിയ ഒരു കലാപരിപാടിയായിരുന്നു. ഉദാഹരണമായി പറയാമെന്നുണ്ടെങ്കിൽ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ജയിലിൽ ശിക്ഷിക്കപ്പെട്ട് കിടക്കുന്ന കൊടിസുനി അടക്കമുള്ള ആളുകൾക്ക് രാഷ്ട്രീയ ഇടപെടലുകൾ മൂലം, അതുപോലെ ജയിൽ സൂപ്രണ്ടിൻ്റെ നല്ല നടപ്പ് എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് റിപ്പോർട്ട് പ്രകാരം പലതവണയാണ് കൊടിസുനി അടക്കമുള്ള ആളുകൾക്ക് പരോൾ അനുവദിച്ചത്. ഒരുപക്ഷെ അവർ ജയിലിൽ കഴിഞ്ഞതിനേക്കാൾ കൂടുതൽ ദിനങ്ങൾ അവർക്ക് പുറത്ത് പരോളിൽ ഇറങ്ങി നടക്കാൻ ഉള്ള അവസരം സൃഷ്ടിക്കുന്ന തരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടായിരുന്നു. അതിന് പോലീസിലെ നേതൃത്വങ്ങളും കൂട്ടുനിന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്നാൽ അത്തരം ചില നീക്കങ്ങൾക്ക് കൂടി കടിഞ്ഞാണിടുന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ അതുകൂടി വെട്ടി ഒതുക്കുന്ന തരത്തിലുള്ള പുതിയൊരു പരിപാടിയുമായി രമേശ് ചെന്നിത്തല മുന്നോട്ട് വന്നിരിക്കുന്നു. അദ്ദേഹം ഇപ്പോൾ ജയിലിനകത്ത് കിടക്കുന്ന കൊടും കുറ്റവാളികൾ ഒരു കാരണവശാലും ജയിൽ സൂപ്രണ്ടിൻ്റെയോ രാഷ്ട്രീയക്കാരൻ്റെയോ ഇടപെടൽ മൂലം, സ്വാധീനം മൂലം പരോൾ നേടി പുറത്തിറങ്ങുന്ന ആ ഒരു ഇടപാട് നിർത്തലാക്കുന്നു. അതിന് സ്വീകരിച്ചിരിക്കുന്ന ഒരു ഓപ്പറേഷനാണ് ഓപ്പറേഷൻ കൊടിസുനി എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. ടി പി ചന്ദ്രശേഖരനെ 51 വെട്ടി കൊലപ്പെടുത്തിയ പ്രതികളിൽ ഒരാളാണ് കൊടിസുനി. ആ കൊടിസുനിയുടെ പേര് തന്നെ, ഈ കൊടിസുനിക്ക് തന്നെ അനധികൃതമായ ധാരാളം പരോളുകൾ അനുവദിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളത് മാധ്യമങ്ങൾ തന്നെ പലവരും പുറത്തുവിട്ട വാർത്തയാണ്. അതുകൊണ്ട് തന്നെ രമേശ് ചെന്നിത്തല അങ്ങനെ ഒരു പേരിട്ടിരിക്കുന്നു. കൊടും കുറ്റവാളികൾക്ക് അനധികൃതമായി അനുവദിക്കപ്പെടുന്ന പരോളുകൾ തടയുക, അത്തരത്തിലുള്ള നീക്കങ്ങൾ ഇല്ലായ്മ ചെയ്യുക എന്നുള്ള ഉദ്ദേശം ലക്ഷ്യമാക്കിക്കൊണ്ട് തന്നെ കൊടിസുനി എന്നുള്ളൊരു ഓപ്പറേഷൻ കൊടിസുനി എന്നുള്ളൊരു പദ്ധതി കൂടി രമേശ് ചെന്നിത്തല പ്രാബല്യത്തിൽ വരുത്തുന്നു എന്ന് പറയുമ്പോൾ, ഇപ്പോൾ കാഫിർ സ്ക്രീൻഷോട്ട്, രക്ഷാപ്രവർത്തനം, ADM നവീൻ ബാബുവിൻ്റെ ദുരൂഹ മരണത്തിലുള്ള CBI അന്വേഷണം എന്നിവയ്ക്കെല്ലാം സർക്കാർ ഉത്തരവിട്ട് കഴിഞ്ഞിരിക്കുന്നു. മാറിയ സാഹചര്യത്തിൽ എങ്ങനെയാണ് രാജ്ഭവൻ സാർ ഇത് നോക്കിക്കാണുന്നത്? താങ്കൾ പറഞ്ഞതുപോലെ ഇപ്പോഴത്തെ നീക്കങ്ങളിൽ, UDF ഗവൺമെൻറ് നീക്കങ്ങളിൽ ഒത്തിരി വിസ്മയങ്ങൾ, നമുക്ക് തോന്നുന്ന വിസ്മയങ്ങൾ ഒത്തിരിയുണ്ട്. ഒത്തിരി 2-3 കാര്യത്തിൽ ഇപ്പം രമേശ് ചെന്നിത്തലയുടെ ഈ നീക്കത്തെ പ്രതികളെ, പ്രത്യേകിച്ചും ഭരണരംഗത്ത് സ്വാധീനമുള്ള പ്രതികൾക്ക് ഏത് സമയത്തും ഒരിക്കലും ഒരു സെക്കൻഡ് പോലും പരോളിൽ വിടരുതെന്ന് പറഞ്ഞിട്ടാൽ നോൺ പരോൾ അവൈലബിൾ ആണെങ്കിൽ പോലും അവർക്കെല്ലാം അവർക്ക് ആവശ്യപ്പെടുമ്പോൾ പരോൾ കിട്ടുകയാണ്. ഹോം അവേ ഫ്രം ഹോം എന്ന് പറയുന്ന പോലെ ഇവർക്ക് വീടും ജയിലുമായി വ്യത്യാസമില്ലാത്ത രീതിയിൽ ജീവിക്കാൻ പലപ്പോഴും പറ്റാറുണ്ട്. ഇതിൽ ഈ
പരോള് കിട്ടുന്നതിന് ന്യായം ഇവർ പറഞ്ഞ പൊതുന്യായം. വക്കീലന്മാരൊക്കെ ചർച്ച വന്നിരുന്ന് പറയും, ഒരാളെ അനേകകാലം അധികകാലം ജയിലിലിടുക എന്നുള്ളതല്ല നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ. അവനെ ജയിലിലിടുന്നതിന് അവനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ഇടുന്നതെന്നൊരു വലിയ വാചകം ഇവർ പറയും. ആ മോഡിഫിക്കേഷൻ ഇവർ കൊടുക്കുന്ന ന്യായം ഒരു ഇംഗ്ലീഷ് കോയിനേജ് തന്നെ ഉണ്ട്. എന്താ പറയുന്നത്? ബെയിൽ ഈസ് നോർമൽ, പണിഷ്മെൻറ്റ് ജയിൽ ഈസ് ആൻ എക്സെപ്ഷനാണ്. ജയിൽ വളരെ ചുരുക്കമേ ജയിലിലിടാവുള്ളൂ, ബെയിൽ കൊടുക്കുക എന്നുള്ളതായിരിക്കണം ശരിയായ നീതി വ്യവസ്ഥയുടെ പ്രാധാന്യം. പക്ഷെ ആ വ്യാഖ്യാനത്തിൽ ഊന്നിയാണ് ഇവർക്ക് പഴവ് കൊടുക്കാനുള്ള ആഴ്ചകളോളം മാസങ്ങളോളം വീണ്ടും അടുത്ത ആഴ്ചകളോളം കൊടുക്കാനുള്ള വ്യവസ്ഥകൾ ഇവർ കണ്ടെത്തുന്നത്. പക്ഷേ ഈ പരോള് കിട്ടുന്നത് പോലെ തന്നെ പുറത്ത് വന്ന് വീണ്ടും പല സ്ഥലത്തും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നു, അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങൾ ചെയ്യിപ്പിക്കാൻ വേണ്ടി ഇവരെ പരോള് കൊണ്ടുവന്ന് പുറത്താക്കിയായിട്ട് കേട്ടിട്ടുണ്ട്, ജയിലിൽ നിന്ന് പുറത്തിറക്കിയായിട്ട് കേട്ടിട്ടുണ്ട്. പിന്നെ ജയിലിൽ പോലീസിനെ തല്ലാൻ പറ്റാത്ത കൈവയ്ക്കാത്തപ്പോൾ CPM-കാർ പ്രതികൾ കിടക്കുകയാണ്. 3-4 കോൺഗ്രസ്സുകാരെ തല്ലണം, തല്ലിക്കഴിഞ്ഞാൽ അത് പ്രശ്നമാകും. കോൺഗ്രസ്സുകാർ പോലീസ് സ്റ്റേഷനിലേക്കും ജയിലിലേക്കും സമരത്തിനൊക്കെ വരും. അതൊക്കെ ഒഴിവാക്കാനുള്ള എളുപ്പവഴി CPM-ൻ്റെ തടവുകാർ കൂടുതലുള്ള, അല്ലെങ്കിൽ ക്രിമിനലായിട്ടുള്ള തടവുകാർ കൂടുതലുള്ള ജയിലിലേക്ക് കോൺഗ്രസ്സുകാരെ മാറ്റും. അപ്പോൾ സംഭവിക്കുന്നത് ജയിലിലെ തടവുകളിൽ തമ്മിലുള്ള സംഘർഷത്തിൽ അടികൊണ്ടുവെന്ന് പറയും. അങ്ങനത്തെ വ്യാഖ്യാനങ്ങൾ നടക്കും. ഇതെല്ലാം ഏറ്റുപിടിക്കാൻ നമ്മുടെ ഇവിടെ ആൾക്കാരുണ്ട്, എല്ലാ പാർട്ടിയിലും ഉണ്ട്. പിന്നെ രണ്ടാമത് ഇതിൻ്റെ അകത്ത് പറയുന്ന കൂട്ടത്തിൽ സ്വല്പം കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം കൂടെ പറയാതിരുന്നാൽ ശരിയാകില്ല. കോൺഗ്രസ് അണികൾ മൗലികമായി CPM വിരുദ്ധരാണ്. അവർക്ക് BJP-യോടുള്ള വിരോധം രണ്ടാമതേ വരുന്നുള്ളൂ. ലീഗിന് നേരെ മറിച്ചുമായിരിക്കും ചിലപ്പോൾ. ഇപ്പോൾ CPM വിരുദ്ധരായ കോൺഗ്രസ് അണികളെ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി അറ്റാക്ക് ചെയ്യണം. ഇവിടെ ഏറ്റവും വലിയ കോൺഗ്രസ് പ്രവർത്തകരുടെ ഏറ്റവും വലിയ ഹീറോ ആരെല്ലാം നിശ്ചയിച്ചാലും സുധാകരനായിരുന്നു, സുധാകരനായിരുന്നു. കാരണം മാർക്സിസ്റ്റ് പാർട്ടിയെ നേരിടുന്ന ആളെന്നുള്ള പേര്. ആ റോള് സുധാകരൻ ആരോഗ്യപരമായ കാരണങ്ങൾ ആ റോളിൽ നിന്ന് പുറകോട്ട് പോയതോടുകൂടിയാണ് പിന്നെ ഒത്തിരി നേതാക്കന്മാർ വന്നു. രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു ചീത്തപ്പേരുണ്ടായി. ഈ കൊടിസുനിയൊക്കെ ഉൾപ്പെട്ട പ്രതികളായ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെ തുടർന്നുള്ള അന്വേഷണം മുമ്പോട്ട് പോയില്ല. കൊടിസുനിയിലും മോഹനിലും ഒക്കെ എത്തി നിന്നു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോൾ ഇവരെല്ലാം പിടിച്ചതായിരുന്നു. പക്ഷേ അതിനുശേഷം ഈ അന്വേഷണം പോയില്ല എന്നുള്ള ചീത്തപ്പേരും കുറ്റബോധം ആർക്കുണ്ട്? രമേശ് ചെന്നിത്തലയ്ക്കുണ്ട്. അപ്പോൾ ഇന്ന് നാളെ VD സതീശിനേക്കാളും CPM-നെതിരായി ശക്തമായ നിലപാടെടുക്കുന്ന താനാണെന്ന് കോൺഗ്രസ് പ്രവർത്തകരെയും വലിയ കേരളീയരെയും മനസ്സിലാക്കാനുള്ളൊരു ശ്രമം കൂടെ ഉണ്ട് രമേശിൻ്റെ ഭാഗത്തുനിന്ന്. രമേശിനെ അതുകൊണ്ട് അധികം പുറകോട്ട് പോകാൻ പറ്റില്ല. നാളെ വേണേൽ കോംപ്രമൈസ് ചെയ്ത്, എന്നാലും ഇന്ന് രമേശിന് പേരെടുക്കേണ്ടി വരും. അതിന് മുമ്പ് നടത്തിയൊരു ഓപ്പറേഷൻ കുബേര ഉണ്ടായിരുന്നു. ബ്ലേഡുകാരെ, റിയൽ എസ്റ്റേറ്റ് മാഫിയയെ പിടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയായിരുന്നു ഓപ്പറേഷൻ കുബേര. അതിപ്പോൾ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല. വട്ടിപ്പലിശക്കാരെ പിടിക്കണം. അതിൻ്റെ അവസ്ഥ ഇപ്പോൾ എന്താണെന്ന് അറിയത്തില്ല. അത് നമുക്ക് അത് പ്രായോഗിക തലത്തിൽ ഈ ഗ്രാമാന്തരീക്ഷങ്ങളിലൊക്കെ വളരെ പ്രചാരം നേടിയ ഒരു ഓപ്പറേഷൻ തന്നെയായിരുന്നു. കാരണം സാധാരണക്കാരായ വീട്ടമ്മമാരെയൊക്കെയാണ് ഇവർ ഉന്നം വെച്ചിരുന്നത്. 100 രൂപ കൊടുക്കുകയാണെങ്കിൽ 10 രൂപ പലിശ. അപ്പോൾ കൊടുക്കുന്നത് 90 രൂപയെ കൊടുക്കുള്ളൂ, തിരിച്ചു കൊടുക്കുമ്പോൾ 100 രൂപ കൊടുക്കണം. അത് മാസം മേടിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ പിരിവ് എടുത്ത. ഇതുപോലെ 100 രൂപ എന്നൊരു ഉദാഹരണം പറഞ്ഞതാണ്. ലക്ഷക്കണക്കിന് രൂപയുടെ, കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകളാണ് ഈ കേരളം കേന്ദ്രീകരിച്ച് നടന്നുകൊണ്ടിരുന്നത്. അങ്ങനെ വട്ടിപ്പലിശക്കാരുടെ ശല്യം സഹിക്കാതെ നിരവധി കുടുംബങ്ങൾ വഴിയാധാരമായിട്ട് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്നൊരു മോചനത്തിന് വേണ്ടിയിട്ടാണ് ഓപ്പറേഷൻ കുബേര കൊണ്ടുവന്നത്. ഒരു പരിധിവരെ അത് സക്സസ് ആയിരുന്നു എന്നുള്ള കാര്യം എടുത്തു പറയേണ്ടത് തന്നെയാണ്. അല്ല, ഓപ്പറേഷൻ കുബേര അങ്ങനെയുള്ള നടപടികൾ ജനങ്ങൾക്ക് ഇഷ്ടമുള്ളത് ജനങ്ങളെ നടപടികൾ നടത്തുന്നതിലുള്ളൊരു മത്സരം നടക്കുന്നുണ്ട്. ആ മാനസികമായ മത്സരമുണ്ട്. കോൺഗ്രസിലെ മേധാവിത്വത്തിന് വേണ്ടിയുള്ള മത്സരമാണ്. അതിൽ ആര് ജയിച്ചാലും അവർ പറയുന്ന കാര്യങ്ങൾ നടപ്പാക്കുകയാണെങ്കിൽ രാജ്യത്തിന് നല്ലത്, സ്റ്റേറ്റിന് നല്ലത്. ആര് ജയിച്ചാലും. അതിനേക്കാൾ ഇപ്പോൾ ഇവിടെ കൊടിസുനി എന്നുള്ള പേരിടുമ്പോൾ തന്നെ നാളെ അതിന് എതിർപ്പുണ്ടാവും. ഒരു വ്യക്തികളെ അയാളുടെ പ്രസ്റ്റീജിനെ, ക്രിമിനലാണ് എന്നാൽ പോലും അയാളുടെ പ്രസ്റ്റീജിനെ ബാധിക്കരുത്, അഭിമാനം നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞുള്ള പ്രതികരണങ്ങൾ നാളെ ഉണ്ടാവും. ഇത്തരം പ്രതികരണങ്ങൾ ഉണ്ടാകട്ടെ, അപ്പോഴല്ലേ ചർച്ചയ്ക്ക് വരുള്ളൂ. ഇപ്പോൾ ഓപ്പറേഷൻ കൊടിസുനി എന്ന് പേരിട്ടുള്ളതുകൊണ്ട് ഇന്നലെ വരെ ശ്രദ്ധിക്കാതിരുന്ന ഒത്തിരി ആൾക്കാർ ഇങ്ങനെ അനാവശ്യമായി തെറ്റായ രീതിയിൽ പരോള് കിട്ടി നമ്മുടെ ഇടയിൽ സ്വൈരവിഹാരം നടത്തുന്നു എന്നുള്ള വിവരം ആർക്കറിയാൻ പറ്റും? അല്ല, അങ്ങനെ ഒരു പേരിട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് അന്വേഷണം തന്നെയാണ്. കാരണം
ടി.പി. ചന്ദ്രശേഖരൻ കൊലപാതകം എന്ന് പറഞ്ഞത് കേരളത്തെ ഞെട്ടിക്കുന്ന കൊലപാതകമായിരുന്നു. കേരളം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള അത്രയും ദാരുണമായ മൃഗീയമായ കൊടും കൊലപാതകമായിരുന്നു. 2012 മെയ് 4-ാം തീയതി ടി.പി. ചന്ദ്രശേഖരൻ എന്ന RMP നേതാവിനെ 51 വെട്ടി. അതായത് ഒരാളെ കൊല്ലണമെന്നുണ്ടെങ്കിൽ അത്രയൊന്നും വെട്ടിന്റെ ആവശ്യം ഒരുപക്ഷെ ഉണ്ടാവില്ലല്ലോ. പക്ഷെ അത്രയും മൃഗീയമായിട്ട് കൊല്ല എന്ന് പറയുമ്പോൾ അതിലൊരു കൃത്യമായ സന്ദേശം ഉണ്ടായിരുന്നു. CPM ആ സന്ദേശം കൊടുത്തത്, ഞങ്ങൾക്കെതിരെ ആരെങ്കിലും വരികയാണെങ്കിൽ അവരുടെ എല്ലാം അവസ്ഥ ഇതായിരിക്കും എന്നുള്ള വ്യക്തമായ ഭീഷണിയുടെ സന്ദേശം തന്നെയാണ് 51 വെട്ടി കല്ലിലടിച്ച പൂക്കുല പോലെ ടി.പി. ചന്ദ്രശേഖരന്റെ മുഖം ഒരു പൊതുദർശനത്തിന് പോലും അവസാനം ഒരു നോക്ക് പോലും ആ പെറ്റമ്മയ്ക്ക് പോലും കാണാൻ പറ്റാത്ത തരത്തിൽ പൊതിഞ്ഞു കെട്ടിയാണ് ആ മൃതദേഹം കൊണ്ടുവന്നത്. അപ്പോൾ അത്രത്തോളം ക്രൂരമായ മൃഗീയമായ, പക്ഷെ വേട്ട മൃഗങ്ങൾ പോലും ഇരയോട് കാണിക്കാത്ത തരത്തിലുള്ള ഒരു മൃഗീയത, ക്രൂരത, വന്യത ആ കൊലപാതകത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ പങ്കെടുത്ത ആളെന്ന രീതിയിൽ കൊടിസുനി എന്ന ആ ഒരു കുറ്റവാളി, ആ കുറ്റവാളിയുടെ പേര്, ഈ കുറ്റവാളി ഇത്രയും ക്രൂരകൃത്യം ചെയ്ത കുറ്റവാളിക്ക് അനധികൃതമായി നിരവധി തവണ പരോൾ അനുവദിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ പലപ്പോഴും ഈ പേറ്റൻ്റൊക്കെ കൊടുക്കാറുണ്ട്. പല ആളുകൾ അമേരിക്ക കണ്ടുപിടിച്ചപ്പോൾ അമേരിക്ക വിസ്പുജിയുടെ ആ അനുസ്മരണാർത്ഥം അമേരിക്ക എന്ന പേര് വന്നെന്ന് പറഞ്ഞ പോലെ ഇത്തരം ഒരു നടപടിക്രമങ്ങൾ നടത്തുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഭാഗവക്കിട്ടായിട്ടുള്ള ആളുടെ പേര് കൊടുക്കുന്നു എന്നുള്ളതായിരിക്കും അവർ പക്ഷെ ഉദ്ദേശിച്ചത്. എന്തായാലും ഓപ്പറേഷൻ കൊടിസുനി എന്നുള്ള പദ്ധതി കൊണ്ട്, പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ്. ഇനിയിപ്പോൾ നാളെ വിവാദം ഉണ്ടാവുകയാണെങ്കിൽ, ഒരാളുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറുന്ന നിയമപ്രശ്നം അതിലുണ്ടെങ്കിൽ തീർച്ചയായും ആ പേരുകൾ നീക്കട്ടെ. നമുക്ക് അതിനെ സംബന്ധിച്ചൊന്നും ചർച്ചാ വിഷയമായി. അതെ, അതാണ് തീർച്ചയായും നമ്മളതിൽ അഭിപ്രായം എന്നിപ്പോൾ കൊടിസുനി എന്ന് പറയുന്ന ഒരാൾ കുറ്റവാളിയാണ്. ആ കുറ്റവാളിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മൗലികാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതാണെന്ന് പറഞ്ഞ് നമുക്കതിൽ വേറെ എതിരഭിപ്രായങ്ങളൊന്നുമില്ല. അത് ഇന്ത്യയുടെ ജനാധിപത്യ ബോധം അനുസരിച്ചിട്ട്, ഇന്ത്യയുടെ ഭരണഘടന അനുസരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെയും സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടട്ടെ. അതിനൊന്നും ഇപ്പോൾ അവർ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടട്ടെ, അതിലൊന്നും നമുക്ക് തർക്കമില്ല. എന്നാൽ ഈ കൊടും കുറ്റവാളികൾ, കൊടും കൊലപാതകികളെല്ലാം ഇതുപോലെ അനധികൃതമായ രീതിയിലുള്ള രാഷ്ട്രീയക്കാരുടെ സ്വാധീനം മൂലമോ പോലീസിന്റെ റിപ്പോർട്ട് മൂലമോ അനവസരത്തിലുള്ള റിപ്പോർട്ട് മൂലമോ പരോൾ നേടുന്നുണ്ടെങ്കിൽ ആ പരോൾ നിർത്തലാക്കേണ്ടത് തന്നെയാണ്. പുറമേ നടക്കുന്ന കുറ്റകൃത്യങ്ങൾ പോലെ തന്നെ കുറ്റകൃത്യങ്ങൾക്ക് കോടതി വിധിയെ തുടർന്ന് അകത്തടയ്ക്കപ്പെട്ടിട്ടുള്ള ആളുകൾ വീണ്ടും പുറത്തിറങ്ങി അനധികൃതമായി നടക്കാനുള്ള അവസരങ്ങൾ നിഷേധിക്കപ്പെടേണ്ടത് തന്നെയാണ്. സമൂഹത്തിലെ സന്തുലിതാവസ്ഥ നിലനിർത്തപ്പെടണം, സമാധാനാന്തരീക്ഷം നിലനിർത്തപ്പെടണം, ശാന്തിയും സമാധാനവും ഒക്കെ പുലരണം. അതിനുവേണ്ടി ക്രമസമാധാനത്തിന്റെ ഭാഗമായി ഓപ്പറേഷൻ കൊടിസുനി എന്നുള്ളൊരു പദ്ധതി പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത് തന്നെയാണ്. പേരിൽ വിവാദങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് ചർച്ച ചെയ്യട്ടെ, പരിഹരിക്കപ്പെടട്ടെ. അല്ല, ഇപ്പോൾ ഉദാഹരണത്തിന് ഒത്തിരി വിഷയങ്ങളിൽ ന്യായീകരണം പറയുന്നുണ്ട്. ഈ പരോൾ ഇങ്ങനെ കൊടുത്തതിനെ പറ്റി കണ്ണൂര് CPMന്റെ ലോബി അല്ലെ പിണറായി വിജയൻ തന്നെ എന്ത് മറുപടി പറയും? വേറെ ആരുടെയും കയ്യിലല്ലായിരുന്നു വകുപ്പ്. ജയിൽ വകുപ്പും പോലീസും ഒക്കെ പിണറായി വിജയൻ തന്നെ നേരിട്ട് നടത്തിയിരുന്നാണ്. ഇവിടെ വീണ വിജയന് വേണ്ടി പോരാടാൻ വരുമ്പോൾ നാളെ കൊടിസുനിക്ക് വേണ്ടി ഇവർ സമരം ചെയ്യുമോ? അല്ല, ഇതിലേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ്. അതായത് നമ്മൾ ചർച്ചയിൽ നിന്ന് വഴിതിരിഞ്ഞു പോവുകയല്ല. കൊടിസുനിയെ സംബന്ധിച്ചിടത്തോളം ഈ ടി.പി. ചന്ദ്രശേഖരനുമായി യാതൊരു തരത്തിലുള്ള വൈരാഗ്യം ഉണ്ടായിരുന്നില്ല. അവർ തമ്മിൽ ഒരു തരത്തിലുള്ള സൗഹൃദം ഉണ്ടായിരുന്നില്ല, ഒരു തരത്തിലുള്ള വിയോജിപ്പും ഉണ്ടായിരുന്നില്ല, യോജിപ്പും വിയോജിപ്പും ഉണ്ടായിരുന്നില്ല. കൊടിസുനി ടി.പി. ചന്ദ്രശേഖരനെ കണ്ടിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല. അങ്ങനെയെങ്കിൽ കൊടിസുനി എന്തിനു വേണ്ടി ഈ കുറ്റകൃത്യം ചെയ്തു എന്ന് പറയുമ്പോൾ കൊടിസുനിയെ നിയോഗിച്ച ചില ആളുകളുണ്ട്. കൊടിസുനിയെ നിയോഗിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം കൊടിസുനി ഒരു കുറ്റകൃത്യം അവർക്ക് വേണ്ടി ചെയ്തു കൊടുത്തു. അപ്പോൾ അതിൻ്റെ പേരിൽ കൊടിസുനി ജയിലിൽ കിടക്കേണ്ടതായി വരികയാണെങ്കിൽ ഈ കൊട്ടേഷന് പുറകിലുള്ള പല കാര്യങ്ങളും കൊടിസുനി വിളിച്ചു പറയാൻ ബാധ്യസ്ഥനാവും. അങ്ങനെ കൊടിസുനി വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അധികാര സിംഹാസനത്തിൽ ഇരിക്കുന്ന പല ആളുകളുടെയും തനിനിറം പുറത്തു വരും. അത് പുറത്തു വരാതിരിക്കാൻ വേണ്ടി കൊടിസുനിയെ പോലുള്ള ആളുകളുടെ സമ്മർദ്ദ ഫലമായി അവർ ജയിലിൽ കിടക്കുകയാണെങ്കിൽ അവർക്ക് പരോൾ കൊടുക്കണം. മറ്റുള്ള ജയിലിലാണെങ്കിലും തുറന്ന ജയിലിൽ അവർ കഴിയാൻ അനുവദിക്കേണ്ടതായി വരും. എല്ലാവിധ സുഖ സൗകര്യങ്ങളോടുകൂടി ഒരു തുറന്ന ജയിൽ അല്ലെങ്കിൽ വീട് പോലെ ഉള്ള ഒരു 4 മതിലിൻ്റെ ഉള്ളിൽ കഴിയുന്നു എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. അവർ ആ ജയിലിൽ അത്രയും സുഖ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കാൻ അവരെ ആരാണ് ഈ കൊട്ടേഷൻ വേല ഒഴിപ്പിച്ചു കൊടുത്ത് അവർ ചെയ്തു കൊടുക്കേണ്ടതായി വരും. അത്തരം കാര്യങ്ങൾ കൊടിസുനി പുറത്തു പറയാൻ നിർബന്ധിതരായി കഴിഞ്ഞാൽ ഇവരിൽ പലർക്കും
പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അതുകൊണ്ട് തന്നെ കൊടിസുനിയെ പോലുള്ള കൊടും കുറ്റവാളികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ഇവരെല്ലാം ഈ പരോൾ അനുവദിക്കുന്നത്. ആ ഇടപാടിനി നടക്കില്ല എന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞിരിക്കുന്നത്. അത് ഈ ടി പി ചന്ദ്രശേഖരൻ വധത്തെ സംബന്ധിച്ചിടത്തോളം CPM-ന്റെ സമ്മന്നതരായ നേതാക്കൾക്കാണ് കൊടിസുനിയെ പോലുള്ള കുറ്റവാളികളുടെ ഭീഷണി ഉയരുന്നത്. എന്തായാലും സമൂഹത്തിന് ഇത്തരം കൊടും കുറ്റവാളികൾ പുറത്തിറങ്ങി നടക്കുന്നത് ഒരു ഭീഷണി തന്നെയാണ്. അപ്പോൾ ക്രമസമാധാന പാലത്തിൻ്റെ ഭാഗമായി ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല അത്തരമൊരു നടപടി കൈക്കൊണ്ടിട്ടുണ്ടെങ്കിൽ അത് സ്തുത്യർഹം തന്നെയാണ്, ശ്ലാഘനീയമാണ്. എന്നാൽ ഈ ഓപ്പറേഷൻ കൊടുത്തിരിക്കുന്ന പേര് അതിൽ വിവാദമുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്തിട്ട് പരിഹരിക്കപ്പെടട്ടെ.